നാവികസേന ദിനാഘോഷത്തോടനുബന്ധിച്ച് സേനയുടെ അഭ്യാസ പ്രകടനത്തിനൊരുങ്ങുകയാണ് തിരുവനന്തപുരം ശംഖുമുഖം. ശംഖുമുഖത്തെ ആകാശവും കടലും യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാവുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. അല്പസമയത്തിനകം രാഷ്ട്രപതി തലസ്ഥാനത്തേക്ക് എത്തും. ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ശംഖുമുഖം. അവിടെ കാര്യങ്ങളൊക്കെ സജ്ജമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം വേദിയിലേക്ക് എത്താൻ പോകുന്നു. പ്രേക്ഷകർക്കറിയാം, 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് നാവികസേനയുടെ വിജയകരമായ ധീരോദാത്തമായ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റ്. അന്ന് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ ബോട്ടുകൾ കറാച്ചി പോർട്ടിലുള്ള പാക് താവളം ആക്രമിച്ചു. ശത്രുരാജ്യത്തിന്റെ നിരവധി കപ്പലുകൾ നശിപ്പിച്ചു. അന്നാദ്യമായാണ് ഇതിൽ ആന്റി ഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ചത്. പാകിസ്ഥാന് കനത്ത വിനാശം വിതച്ചെങ്കിലും നമ്മുടെ അസറ്റുകൾക്കും കപ്പലുകൾക്കൊന്നും കാര്യമായ കേടുപാടൊന്നും സംഭവിച്ചിരുന്നില്ല. ഇന്ത്യൻ വിജയമൊന്നും മാത്രമല്ല, ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നേവി മിഷനുകളിൽ, നേവി ദൗത്യങ്ങളിൽ ഏറ്റവും ഗംഭീരമായ, ഏറ്റവും പ്രഹരശേഷിയുള്ള ദൗത്യം എന്ന നിലയ്ക്കാണ് ലോകത്തിന്റെ യുദ്ധചരിത്രത്തിൽ ഓപ്പറേഷൻ ട്രൈഡന്റ് സ്ഥാനം. പൂർണ്ണ വിജയം. ആ വിജയത്തിന്റെ ഓർമ്മയിലാണ് ഡിസംബർ 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ശംഖുമുഖത്താണ് ഇക്കുറി നാവികസേനാ ദിനത്തിന്റെ വേദി. അവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഇന്ത്യൻ നേവി കോംബാറ്റ് റെഡി, കൊഹസീവ്, ക്രെഡിബിൾ ആൻഡ് ആത്മനിർഭർ ഫോഴ്സ് എന്നാണ് ഇത്തവണത്തെ നേവി ഡേയുടെ പ്രമേയം. കോംബാറ്റ് റെഡി ആൻഡ് കൊഹസീവ് എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ വഴിയുള്ള ഏത് വെല്ലുവിളിയും അപ്പോൾ നേരിടാൻ അത് യുദ്ധക്കപ്പലുകളാവട്ടെ, മുങ്ങിക്കപ്പലുകൾ, സബ്മറൈൻസ് ആവട്ടെ, എയർക്രാഫ്റ്റ്സ് ആവട്ടെ, നാവികരാവട്ടെ, അങ്ങനെ സമുദ്രത്തിൽ രാജ്യത്തിൻ്റെ കാവലായി കണ്ണും കാതും തുറന്ന് ജാഗ്രതയായി നിൽപ്പുണ്ട് ഇന്ത്യൻ നേവി എന്നതാണ് അർത്ഥം. ആത്മനിർഭർ, നമ്മൾ സെൽഫ് റിലയൻസ് ആണ് നമ്മൾ എന്നതിൻ്റെ പ്രഖ്യാപനം. തദ്ദേശീയമായി വികസിപ്പിച്ച പ്ലാറ്റ്ഫോമുകൾ, ഡൊമസ്റ്റിക് ഡിഫൻസ് മാനുഫാക്ചറിൻ്റെ കൂടുതൽ പ്രഖ്യാപനങ്ങളൊക്കെ നാവികസേനാ ദിനവുമായി ബന്ധപ്പെട്ട ഈ പ്രകടനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. ശംഖുമുഖത്തെ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ജസ്റ്റ് തുടക്കം മാത്രമാവുന്നതേ ഉള്ളൂ. വരാൻ പോകുന്നത് കടലും ആകാശവും നിറയുന്ന മാസ്മരികമായ ഇന്ത്യയുടെ നാവികസേനയുടെ കടൽക്കരുത്തിൻ്റെ ശക്തി പ്രകടമാക്കാൻ പോകുന്ന അഭ്യാസ പ്രകടനങ്ങളാണ്. അതിൽ 19 യുദ്ധക്കപ്പലുകളുണ്ട്, ഒരു സബ്മറൈൻ അന്തർവാഹിനിയുണ്ട്, 4 ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകളുണ്ട്, 32 വിമാനങ്ങളുണ്ട്. അങ്ങനെ വിപുലമായ വിശാലമായ രീതിയിൽ ഇന്ത്യൻ നാവികസേന എന്താണ് എന്നതിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന ഒന്നാണ് പ്രകടനങ്ങൾ അല്പസമയത്തിനകം കാണാൻ പോകുന്നു. നേവിയുടെ ലോങ് റേഞ്ച് ആന്റി സബ്മറൈൻ വിമാനം P-8I, മിഗ് ഹോക്സ് വിമാനങ്ങൾ പ്രദർശന പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അങ്ങനെ കണ്ണും കാതുമൊക്കെ അഭിമാനം കൊണ്ട് നിറയ്ക്കുന്ന കുറേയധികം കാഴ്ചകൾ ശംഖുമുഖം തീരത്ത് ഇപ്പോൾ കൂടിയിരിക്കുന്നവർക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്പസമയത്തിനകം അവിടെ ഉണ്ടാവാൻ പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉമേഷ്, ഏറ്റവും പ്രൗഢമായ, ഏറ്റവും ഗംഭീരമായ ഇന്ത്യൻ നേവിയുടെ കരുത്ത് എന്താണ് എന്ന് കാണുന്നവർക്ക് ബോധ്യമാവുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം മാത്രമല്ല ഇത് കാണുന്നവരെല്ലാവരും. ഉമേഷ്, തീർച്ചയായും അശ്വി, രാജ്യം മുഴുവൻ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൃത്യം 5:15 കൂടി തന്നെ ഓപ്പറേഷൻ ഡെമോ ആരംഭിക്കും. ഓപ്പറേഷൻ ഡെമോ ആരംഭിച്ചു കഴിഞ്ഞാൽ കൃത്യം 1 മണിക്കൂറിലധികം, 1.25 മണിക്കൂറോളം ഈ അഭ്യാസ പ്രകടനങ്ങൾ മാത്രമായിരിക്കും. വിവിധ യുദ്ധക്കപ്പലുകൾ, പ്രധാനമായി 19 യുദ്ധക്കപ്പലുകൾ, ഒരു അന്തർവാഹിനി, 4 ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, കൂടാതെ 32 വിവിധ വിമാനങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു ശംഖുമുഖം കടൽ തീരത്ത് വിസ്മയം തീർക്കും. ഇന്ത്യയുടെ നാവികസേനയുടെ ശക്തി അത് കടലിലും
ആകാശത്തും ഒരുപോലെ നിറയും. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏകദേശം 4:10 രാഷ്ട്രപതി ദ്രൗപദി മുർമു എയർപോർട്ടിൽ എത്തി. ഇന്ത്യൻ എയർപോർട്ട് വിമാനത്തിലെത്തി. അതിനുശേഷം മുഖ്യമന്ത്രി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഒപ്പം ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഇപ്പോൾ ഡയസിലേക്ക്, അതായത് ഓപ്പറേഷൻ ഡെമോയുടെ ഡയസിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കൃത്യം 5:15 കൂടി ഈ ഔദ്യോഗികമായി ഓപ്പറേഷൻ ഡെമോ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആഴക്കടലിൽ കൃത്യമായി എല്ലാ യുദ്ധക്കപ്പലുകളും എല്ലാം നിരനിരയായി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാന ആകർഷണം നമ്മൾ പറയുന്ന പോലെ ഇന്ത്യൻ നാവികസേനയുടെ തന്നെ ഏറ്റവും പ്രധാന ആകർഷണമായ INS വിക്രാന്ത് തന്നെയാണ്. INS വിക്രാന്ത് ഏകദേശം 5 മണി കഴിഞ്ഞ് 5:30 ഈ ചമുവം കടൽ തീരത്തേക്ക് ഒന്നിനു പിറകെ ഒന്നായി എത്തുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ കേരളത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ, ആ കപ്പൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ആ കപ്പലിൽ നിന്ന് ഉള്ള ജെറ്റുകളുടെ സ്റ്റാർട്ടിങ്ങും ഒപ്പം അതേ രീതിയിൽ തന്നെ ഈ ജെറ്റുകളിലേക്ക് തന്നെ എത്തുന്ന സ്റ്റോപ്പിങ്ങും എല്ലാം യുദ്ധവാഹിനി കപ്പലുകളുടെയും എല്ലാം നിരനിരയെ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യൻ നാവികസേനയുടെ ഒരു ശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ. അതിനുവേണ്ടി കാതോർത്തും കണ്ണും ഓർപ്പിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. എന്തായാലും ഇത് ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യയുടെയും അഭിമാനം തന്നെയാണ്. നാവികസേനയുടെ അഭിമാന മുഹൂർത്തം, ആ അഭിമാന മുഹൂർത്തം അത് ആഘോഷിക്കുന്നതിനൊപ്പം ചില സന്ദേശങ്ങൾ അത് ശത്രു രാജ്യങ്ങൾക്കാകട്ടെ ഇന്ത്യയെ ഒരുപക്ഷെ ശത്രു കാഴ്ചകളോടെ കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചകൾ കൂടിയാണ്, ഇന്ത്യയുടെ ശക്തി പ്രകടനം കൂടിയാണ്. എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേന പ്രത്യേകിച്ച് ഈ വർഷം INS വിക്രാന്ത് ഈ ഒരു പ്രകടനത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞ ചുഴലിക്കാറ്റ് 2-3 ദിവസം മുമ്പ് ശ്രീലങ്കയിൽ നഷ്ടം വിധിക്കുന്ന ഘട്ടം അവിടെയായിരുന്നു INS വിക്രാന്ത്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശേഷമാണ് അവിടെ നിന്ന് നേരെ ശംഖുമുഖം കടൽ തീരത്തേക്ക് INS വിക്രാന്ത് എത്തുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ആദ്യ നാവികസേന ദിനമാണ് എന്നുകൂടി ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നാവികസേന ദിനം എന്ന് പറയുന്നത് നാളെയാണ്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ പ്രസിഡന്റ് സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഓപ്പറേഷൻ ഡെമോ എന്ന രീതിയിൽ ഇന്ന് ഈ നാവികസേന ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ ഒരു ഔദ്യോഗികമായ കലാ പ്രകടനങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. 5:15 കൂടി തന്നെ, കൃത്യം 5:15 കൂടി തന്നെ ഓപ്പറേഷൻ ഡെമോ, അതായത് കടലിലും കരയിലും ആകാശത്തുമെല്ലാം വിസ്മയം തീർത്തുകൊണ്ടുള്ള ഈ നാവികസേനയുടെ ശക്തി പ്രകടനം അത് ആരംഭിക്കും. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.